ആദ്യമായി പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ എനിക്ക് 2024 ജൂൺ 30 കൂടി എൻ്റെ ജോലി അവസാനിക്കുകയും അതിനെ തുടർന്ന് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്തത്. അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പത്രം തരികയായിരുന്നു. ആ പത്രത്തിൽ ഞാൻ സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ 2024 ജൂലൈ 4 ഞാൻ സ്വയം ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാനൊരു ഹിന്ദുവാണ്, പാലക്കാടാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു, എനിക്കൊരു ജോലി തരണം, അനേകം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ടല്ലോ. അത് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് സമയം ഞാൻ പ്രാർത്ഥിച്ച് മുഖത്തേക്ക് നോക്കി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പറയുന്ന കാര്യം ഒന്നായിരുന്നു, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. എന്തായാലും ശരി, ഒരു 20-25 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത കോർപ്പറേറ്റ് ഏജൻസിയിൽ നിന്നും എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ വളരെ ഭംഗിയായി നടന്നു. ആ ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് ഉടമ്പടിയുടെ ഭാഗമായി എനിക്ക് ലഭിച്ച ഉപ്പും അതുപോലെ തേനും അതേപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ തൈലം എല്ലാം ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞ് പിന്നീട് അറിവൊന്നും ലഭിച്ചില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കാണുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സമയച്ചുരുക്കം കൊണ്ട് മാതാവിൽ നിന്ന് നിങ്ങൾക്ക് കൃപ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ആഗസ്റ്റ് 10 ഉള്ളിൽ എനിക്ക് ഒരു മറുപടി കൃത്യമായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ഈ ഡൽഹി ബേസ്ഡായ ഓർഗനൈസേഷൻസ് സെക്കൻഡ് സാറ്റർഡേകളിലൊന്നും തന്നെ റിപ്ലൈ ഒന്നും കിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടു, കാരണം ഡേറ്റ് ഇങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ 9 വൈകുന്നേരം 4 മണിക്ക് എന്നെ ആ ഏജൻസിയിൽ നിന്ന്, ആ കോർപ്പറേറ്റ് ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കത് ഏറ്റവും വളരെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടണം, എങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു വന്ന് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആഗസ്റ്റ് 15 ആയിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. പക്ഷേ ആഗസ്റ്റ് 12 തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ വിചാരിച്ചതിലധികം നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു അപ്പോയിൻമെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് ഞാൻ അതിൽ സന്തോഷത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഏറ്റവും വലിയൊരു നന്ദി എനിക്ക് മാതാവിനോടും തിരുക്കുമാരനോടും പറയേണ്ടതായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന പൊസിഷനിൽ സ്റ്റേറ്റിലാണ് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേറ്റിന് വേണ്ടി, കേരള സ്റ്റേറ്റിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യമെന്ന് പറയാനുള്ളൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഈ ഒരു ആഗസ്റ്റ് 12 ഓഫർ ലെറ്റർ കിട്ടി. ആഗസ്റ്റ് 15 എനിക്ക് ഇങ്ങോട്ട് വരണമായിരുന്നു. എൻ്റെ തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയാണ്. ആ തിരി മേടിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറപ്പെട്ട അന്ന് രാത്രി 14 ഒരു പാമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്ക് കുറച്ച് കാഴ്ചക്കുറവുണ്ട്, പക്ഷേങ്കിലും ലൈറ്റ് ഇട്ടാൽ എൻ്റെ അമ്മയ്ക്ക് നന്നായി കാണാം. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു പാമ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും മോളും മാത്രമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഒരു 1:30 സമയമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ 1:30 സമയത്ത് അമ്മയുടെ ഉറക്കപ്പിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മ അത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ പാമ്പിനെ ഒന്നും കണ്ടില്ല. വീണ്ടും ഞാൻ തിരിച്ചു പോയി ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഈ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ എനിക്കൊരു സാക്ഷ്യം ഓർമ്മ വന്നു. അതായത് പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വരുമെന്നുള്ളൊരു സാക്ഷ്യവും, ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ അത് പോകുമെന്നുള്ളൊരു ഓർമ്മയും വന്നു. ഞാൻ ഉടനെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് കണ്ണ് കാണില്ല, നാളെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് മാതാവിൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും ഈ പാമ്പ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആ പാമ്പിനെ എൻ്റെ കണ്ണിൽ കാണുകയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു അർദ്ധരാത്രി എനിക്ക് പ്രത്യേകിച്ച് ഈ പാമ്പിനെ കൊല്ലാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, പിശാചായ പാമ്പെ
നിന്നെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാതാവേ ആ പാമ്പിനെ ഇവിടെ നിന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ മോളും അവിടെ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ ആ പാമ്പിനെ കാണാനായിട്ട് പിന്നെ സാധിച്ചില്ല. എനിക്ക് അമ്മ എന്നെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ഉറപ്പാണ്. അവിടുത്തെ നീലങ്കിയാൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. പിന്നെ ഉപ്പിട്ട ശേഷം ഞാൻ ആ പാമ്പിനെ കണ്ടതേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടിയാണ് ഞാൻ വീട്ടിലെത്താറുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് 2 ബൈക്കുകളിലായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയ സമയത്ത് ഹസ്ബൻഡ് ഹോട്ടലിൽ കയറി, ഞാനും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ മുൻപിൽ എൻ്റെ സ്കൂട്ടർ ഓടിക്കുന്നു, അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഓടിച്ചു വരികയാണ്. ഈ സമയത്തൊക്കെ തന്നെ എപ്പോഴും ഞാൻ പറയും, മാതാവ് മുല്ലപ്പൂവിൻ്റെ മണം കൊടുത്തു, അതുപോലെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്നെ കാണാൻ മാത്രം എന്തേ വന്നില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ഒരു ചോദ്യം മാതാവിനോട് ചോദിക്കുമായിരുന്നു. അന്നും അതേ യാത്രയിൽ ഞാൻ ചോദിച്ചു, എന്നെ കാണാൻ മാത്രം മാതാവേ എന്തേ വരില്ലേ എന്നുള്ളത്. എനിക്ക് പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഒരു കാട്ടിൽ നിന്ന്, ആ കാട്ടിൽ എങ്ങനെ ആ നായ വന്നു എന്ന് എനിക്കറിയില്ല, ആ ഒരു വലിയ നായ എൻ്റെ വണ്ടിക്ക് മുന്നേ ഭയങ്കരമായ ശബ്ദത്തോടെ അടിച്ചിട്ടും ഞാൻ റോഡിൻ്റെ ഒരു സൈഡിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ വണ്ടിയിൽ നിന്ന് തെന്നി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി എന്നതാണ് സംഭവിച്ചത്. പക്ഷേ അപ്പോഴും എൻ്റെ വണ്ടി എങ്ങനെ നിന്നു എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കാലൊന്ന് നിലത്ത് കുത്തുകയോ അതുപോലെ വണ്ടി ഒന്നും മറിയുകയോ ചെയ്തില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. ഇതും മാതാവ് എനിക്ക് തന്ന സംരക്ഷണമായിട്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വളരെ സമയച്ചുരുക്കം കൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറയാറുണ്ട്, സമയച്ചുരുക്കം കൊണ്ട് മാതാവ് നമ്മളെ സഹായിക്കുമെന്നുള്ളത് പറയാറുണ്ട്. അതും ഇവിടെ വളരെ വ്യക്തമായൊരു തെളിവുണ്ടായി. കാരണം ഞങ്ങൾ സ്ഥലം പോയിരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഇന്ന് ആ സ്ഥലം വിറ്റുപോയി എന്നുള്ളതാണ്. അതും മാതാവിൻ്റെ ഒരു സമയച്ചുരുക്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നടന്നു എന്ന് വേണം, മാതാവ് സംരക്ഷണം നൽകി എന്ന് വേണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. 1.5 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് USS സ്കോളർഷിപ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മോൾക്ക് കിട്ടണേ എന്നുള്ളത്. അപ്പോൾ മോള് പറഞ്ഞു 69 മാർക്കായിരിക്കും അമ്മേ കിട്ടാൻ എനിക്ക് സാധ്യത എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കാരുണ്യം, ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. അവൾക്ക് ഉപ്പും തേനും അതുപോലെ വെഞ്ചരിച്ച എണ്ണയും അവളുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഇല്ല, നിനക്ക് 71 72 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താണ് എൻ്റെ നാക്കുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയതെന്നുള്ളത്. എന്തായാലും അവളുടെ റിസൾട്ട് വന്ന സമയത്ത് അവൾക്ക് 72 മാർക്കോടുകൂടി അവൾ വിജയിച്ചിരിക്കുന്നു. ഇതും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സത്യത്തിൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിലൂടെ സാധ്യമാവും എന്നുള്ളതിന് ഏറ്റവും നിതാന്തമായ തെളിവാണ് നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ഈ ആലയം എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ അനേകം നടക്കാത്ത സാഹചര്യങ്ങൾ, അനേകം നടക്കാത്ത കാര്യങ്ങൾ ദൈവമാതാവിലൂടെ നടത്തിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തും. അച്ഛൻ്റെ ഉടമ്പടി നിയോഗ പ്രാർത്ഥനകൾ ഞാൻ കാണാറുണ്ട്. അതേപോലെ തന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ കേൾക്കാറുണ്ട്. അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എല്ലായിടത്തും, അതായത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഫുഡ് കൊണ്ടു കൊടുക്കാറുണ്ട്. അതേപോലെ ജോലിയില്ലാത്ത ആളുകൾക്ക് എൻ്റെ ഒരു പൊസിഷൻ വെച്ച് എനിക്ക് സഹായിക്കാൻ ചെയ്യുന്ന അളവിൽ ഞാൻ സഹായിക്കാറുണ്ട്. ഇതെല്ലാം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ മാതാവിനോട് ആത്മാർത്ഥമായിട്ട് പറയുക. ദൈവം എല്ലാ രൂപത്തിലും നിങ്ങളെ സഹായിക്കും. ദൈവത്തിന് 1000 നന്ദി. പരിശുദ്ധ മാതാവിനും അതുപോലെ തന്നെ തിരുകുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകേണ്ടതും ദൈവമായ കർത്താവാണ്. സങ്കീർത്തനം 68:20 ഉടമ്പടി എന്നത് രക്ഷിക്കുന്ന ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുന്ന ആത്മീയ വാഗ്ദാന പ്രതിജ്ഞയാണ്. നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് മരിയൻ ഉടമ്പടി. ആദ്യമായിട്ട് തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. ഇവിടെ വന്ന ആ ദിവസം തന്നെ, 10 ദിവസം കിട്ടിയ ദിവസം തന്നെ ഈ സഹോദരി പ്രാർത്ഥനയിലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധാമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു കോൾ വരുന്നത്.
അപ്പോൾ തന്നെ മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെയായിരുന്നു. പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ വന്നപ്പോൾ ദൈവം തന്നെ രക്ഷകനാണ് എന്നുള്ളൊരു വലിയൊരു ബോധ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഇൻ്റർവ്യൂയുടെ കോൾ വരികയും ഇവിടെ വെച്ച് തന്നെ ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇൻ്റർവ്യൂ വരികയും ചെയ്തപ്പോഴാണ് ഈ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അമ്മ തന്നെ ഈ കാര്യത്തിൽ ഇടപെടും, എനിക്കൊരു നല്ല ജോലി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം. അങ്ങനെയാണ് ഈ സഹോദരി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 9 തന്നെ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. പിന്നെ പെട്ടെന്ന് തന്നെ ജോലിയും ഒരു നല്ലൊരു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടാണ് നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ ഈ സഹോദരി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടാൻ പോലും കൂടെ ഓഗസ്റ്റ് 15 ഈ സഹോദരി ഇട്ടിരുന്നത്. അതും 12 തന്നെ ഓഫർ ലെറ്റർ കിട്ടി. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ആ സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള അധികാരമുള്ള ഒരമ്മയോടാണ് നമ്മളെല്ലാ കാര്യവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് സമയത്തിൻ്റെ ആ ഡേറ്റിന് തൊട്ട് മുമ്പ് തന്നെ ഓഗസ്റ്റ് 10 തൊട്ട് ഓഗസ്റ്റ് 9 കിട്ടി. അങ്ങനെ എല്ലാ കാര്യവും ആ ഡേറ്റ് ഇട്ട പ്രകാരം തന്നെയാണ് ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നത്. വീട്ടിലുണ്ടായിരുന്ന ഇഴജന്തുക്കളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പാമ്പിൻ്റെ കാര്യവും പിന്നെ ഒരു നായയുടെ കാര്യവും പറഞ്ഞത്. പാമ്പിൻ്റെ അത് കാണുവാനായിട്ട് പരിശുദ്ധ അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ടാണ് ആ പാമ്പ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഒരു നായ, നമുക്കറിയാം ബൈക്കിലൊന്ന് തൊട്ടാൽ മതി പെട്ടെന്ന് വീഴുന്നതാണ്. പക്ഷെങ്കിൽ ഒരു നായ വന്ന് ഇടിച്ചിട്ടും ആ ബൈക്ക് അവിടെ പോയി ചേർത്ത് നിർത്തിയെന്നുള്ളതാണ്. അത് അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് അവിടെ കാണിക്കുന്നത്. അമ്മയുടെ ഒരു സംരക്ഷണമാണ് ഈ മകളുടെ ജീവിതത്തിൽ. മക്കളുടെ ഈശോയും അമ്മയും കൂടെ ഉള്ളപ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വലിയൊരു സംരക്ഷണമാണ് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നത്. അതും അമ്മയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് 1.5 വർഷത്തോളം സ്ഥലം വിൽക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെങ്കിൽ നടന്നില്ല. ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് 1.5 വർഷം സാധിക്കാത്ത കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദൈവം അതും അവർക്ക് നടത്തി കൊടുത്തു. അതും അവിടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അതും എല്ലാ കാര്യത്തിലും ഇവരുടെ കൂടെ നിന്ന്, ഈ മക്കളുടെ കൂടെ നിന്ന് അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു സാന്നിധ്യം മനസ്സിലാക്കുകയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയെല്ലാം നടത്തി കൊടുക്കുകയും വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ സാന്നിധ്യവും എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടൽ കാണുവാൻ സാധിച്ചു എന്നാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഹൈമവതിയുടെ മിക്ക എല്ലാ സാക്ഷ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നാം കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി രക്ഷയുടെ ഒരു സന്ദേശമാണ്. രക്ഷ നമുക്ക് ജീവിതത്തിലേക്കുള്ള ഏത് കാര്യത്തിനായാലും ഉടമ്പടി ഒരു വലിയൊരു പദ്ധതിയാണ്. എന്ത് കാര്യത്തിനായാലും പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഇടപെട്ട് ആ കാര്യം നടത്തി തരുമെന്നുള്ള ഒരു വലിയ ഒരു വഴിയാണ് ഉടമ്പടി എന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പൂർണ്ണ വിശ്വാസത്തോടെ രക്ഷയുടെ ദൈവത്തിലേക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഹൈമവതിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.